ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചതാണ്. പോകാമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. ബട്ട് ചിലവരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അങ്ങനെ അങ്ങ് പോയാലോടാ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് NGRPയുടെ ഇഷ്യൂ, പിന്നൊന്ന് സാമ്പ് കമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂ. ഇവിടെ എല്ലാവരും പറയുന്നത് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ എല്ലാ സാമ്പ് കമ്മ്യൂണിറ്റിയെയും പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ്. എനിക്ക് വേണമെങ്കിൽ NGRPയെ മാത്രം എടുത്ത് പറയാവുന്നേ ഉള്ളൂ. ഈവൻ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറയേണ്ടത്? NGRP ഒരു സാമ്പ് കമ്മ്യൂണിറ്റി, നിങ്ങളൊക്കെ ഒരു PUBG കമ്മ്യൂണിറ്റി എന്നാണോ ഞാൻ പറയേണ്ടത്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും ഒരു സിസ്റ്റത്തിലുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വേറെ ഒരു പ്രശ്നം നേരിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതൊക്കെ ക്യാഷ് വാങ്ങിച്ചിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാൻ പോവുകയാണ്, അപ്പോഴത്തേക്കും ഇവരൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ട് ആൾക്കാരൊക്കെ അങ്ങോട്ട് മാറ്റാനുള്ളൊരു പദ്ധതിയാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എനിക്കതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഞാൻ ഈ NGRPക്കാരായിട്ട് തന്നെ ജസ്റ്റ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഫ്യൂച്ചറിൽ അഡ്മിനായിട്ട് വരെ അവിടെ ഇരുന്ന് കളിക്കാൻ പറ്റും. മനസ്സിലാവുന്നില്ലേ? ഇവൻ ഭയങ്കര സെൽഫിഷ് ആണോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവും. ബട്ട് ഞാനൊരു കാര്യം പറയുന്നുണ്ട്, എൻ്റെ ക്രഷ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് അവിടെ വിട്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒന്നും വേണ്ട, NGRPയിലുള്ള അഡ്മിൻസും കാര്യങ്ങളും എല്ലാവരും, വേണ്ടപ്പെട്ട എല്ലാ മെയിനായിട്ടുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് നല്ല രീതിക്കുള്ള ഒരു ബോണ്ടുണ്ട്. അത് ഞാൻ അവിടെ നശിപ്പിച്ചിട്ടാണ് വന്നേക്കണത്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സെഡാർ ചുമ്മാ ഒരാൾക്ക് കൊടുത്തിട്ടാണ് ഞാൻ അവിടെ വന്നേക്കണത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ TRT ചീഫാണ്, എനിക്ക് അവിടെയും കുറേ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ഞാനൊന്ന് ചുമ്മാ HEP പോയാൽ തന്നെ അവിടെ ആൾക്കാരെല്ലാവരും വന്ന് സംസാരിക്കും. എനിക്ക് അത്രയും റെസ്പെക്റ്റും വാല്യൂ ഒക്കെ തന്നിട്ടുള്ള സ്ഥലമാണത്. എനിക്ക് അവിടെ നിന്ന് പോകേണ്ട ഒരു ആവശ്യവുമില്ല. ഈവൻ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടേക്കണ എല്ലാ വീഡിയോസും ഡിലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാൻ, എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടവരാണ് ഏറ്റവും ഭാഗ്യമുള്ള ആൾക്കാർ. അത് എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കണ്ട് തീർത്തവർക്കറിയാം. ഇത് പറയാൻ കാരണം പലരും എൻ്റെ ഈ ഡീഗ്രേഡിൻ്റെ വീഡിയോ മാത്രം കണ്ടിട്ടാണ് എന്നെ വിലയിരുത്തുന്നത്. ഇത് ബേസ് ചെയ്ത് നല്ല രീതിക്കുള്ള പ്രോവോക്കിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെ ഡ്രാഗൺ വാരിയർ DCക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. നീ പോയി കേസ് കൊടുക്ക്, നീ കേസ് കൊടുത്തിട്ട് നമുക്കൊന്ന് കാണാമല്ലോ, ഈവൻ ഒന്നും വേണ്ട, ഡൊണേഷൻ ഇല്ലാണ്ട് നീ ഒരു സെർവർ കൊണ്ടുപോവാ, അപ്പം കാണാം. മര്യാദയ്ക്ക് പോകുന്ന ഒരുത്തനാണ് ഞാൻ. ഇവർക്ക് വല്ല ആവശ്യമുണ്ടോ? ഇതിനൊക്കെ ശേഷം സാമ്പ് കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് എന്നെ വിളിച്ചിട്ട് അവിടെ ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചൊരു അടി, അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു അനൗൺസ്മെൻറ്റ്, റൂമേഴ്സാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞു. ഈവൻ ഞാനാണെങ്കിൽ നിയമോഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രാഗൺ വാരിയർ DCക്കകത്ത് ഒരു അനൗൺസ്മെൻറ്റ്. ഈവൻ ഇപ്പോൾ ഇതൊരു സാമ്പ് കമ്മ്യൂണിറ്റിയും ഞാനും മാത്രമുള്ള ഒരു അടിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഡൊണേഷൻ്റെ പേരും പറഞ്ഞ് മാത്രമാണ് ഇത്രയും വലിയൊരു സീൻ വരുന്നത്. ഞാൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു സെർവർ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അതിൻ്റെ ഓണറിൻ്റെ തീരുമാനം മാത്രമാണ്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞിട്ടോ ഒന്നും അല്ല ഈ സെർവർ മുന്നോട്ട് പോകുന്നത്. ഈവൻ നിങ്ങളുടെ ഒരു തീരുമാനമാണ് ഈ സെർവർ മുന്നോട്ട് പോകണം, അതിന് ഡൊണേഷൻ കിട്ടുന്ന ക്യാഷ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആവശ്യത്തിന് വേണ്ടി എടുത്തു എന്നേ പറയത്തുള്ളൂ. ഒരാളുടെ ഫിനാൻഷ്യൽ ആവശ്യത്തിന് വേണ്ടി ഡൊണേഷൻ പിരിക്കുന്നത് തെറ്റാണ്. ഈ ഡൊണേഷൻ്റെ പേരും പറഞ്ഞിട്ട് കുട്ടികൾ കുറേ പൈസയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങിക്കുന്നുണ്ട്. അതും അലോ ചെയ്ത് വെച്ചേക്കുവാണ്. അത് തെറ്റാണ്. ഞാനിങ്ങനെ കേസായിട്ട് പോകുമ്പോഴത്തേക്കും ഇവർ പറയുന്നത്, അങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവും. ഒരു പ്രശ്നവും അവർക്ക് ഉണ്ടാവത്തില്ല. അവരുടെ വീട്ടിൽ വരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒരു കോർട്ടോ അല്ലെങ്കിൽ ഒരു കോടതിയോ അവരെ വിളിച്ചിട്ട് നീ എന്തിനാണ് അവർക്ക് പൈസ കൊടുത്തത് എന്നുള്ള രീതിക്ക് ആരും ചോദിക്കത്തില്ല. ആദ്യം ചോദിക്കാൻ പോകുന്നത് നീ എന്തിനാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതെന്ന് ചോദിക്കത്തുള്ളൂ. ചെറിയൊരു പയ്യൻ പ്രായപൂർത്തിയായിട്ടില്ല. ഒന്നോർക്കണം, ഇത് ഗവൺമെൻറ് രജിസ്റ്റേർഡ് ആയ സംഭവം അല്ല. ഒന്നോർക്കണം, ഇത് കൊണ്ടുപോകുന്നതിന് ലൈസൻസ് പോലും ഇല്ല. എല്ലാ സെർവേഴ്സിനും ഒരു ആകെയുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇവർ ടേംസ് ആൻഡ് കണ്ടീഷനും പോളിസിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ്. ഇങ്ങനൊരു സംഭവം നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാ. അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി ആയിരിക്കണം. അതിവിടെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു വാല്യൂ ഇവിടെ കിട്ടില്ല. ഇനി നാളെ ഇഷ്യൂ ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ചോദിക്കും നിങ്ങൾ ഈ മണി ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിയാലേ അപ്പോഴത്തേക്ക് എന്തെങ്കിലും റിസിപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇല്ല. അപ്പോൾ പ്രൊവോക്ക് ചെയ്ത് വിടുമ്പോഴത്തേക്കും ആലോചിക്കണം നിങ്ങളുടെ സൈഡൊക്കെ. എല്ലാം പോട്ടെ, ഞാൻ പടയപ്പായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തപ്പോഴേക്കും ഇപ്പോൾ മാനേജ്മെൻറ്റൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടൊരു വലിയ തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ അൺറേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇനി ഡൊണേഷൻ ചെയ്യണമെങ്കിൽ അത് പറ്റത്തില്ല. ഈവൻ അവരെ ഒരു പ്രൂഫ് കാണിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന്. ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾ നടത്തുന്ന സമയം നിങ്ങൾ അൺറേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പൈസ തിരിച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു റൂള് മാറ്റാനായിട്ട്. അല്ലാത്ത പക്ഷം അത് ചീറ്റിംഗ് ആയി. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എൻ്റെ അടുത്തൊരു വണ്ടി വാങ്ങാൻ വന്നു, നിങ്ങൾ ആ കാശും കാര്യങ്ങളൊക്കെ തന്നു. ഞാൻ ആ വണ്ടി തന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അപ്രൂവ് ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് ഈ വണ്ടി തരണം, അതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി തരുന്നില്ല എന്നുള്ള രീതിയിലാക്കി അങ്ങനെ ഒരു റൂള് വെച്ചു. അങ്ങനെ ഞാൻ ആ റൂള് പുതുക്കി പണിയുമ്പോഴത്തേക്കും നിങ്ങൾ തന്ന ഫണ്ട് ഞാൻ തിരിച്ച് തരണ്ടേ? എന്നിട്ട് വേണ്ടേ അത് തിരുത്താനായിട്ട്? തിരുത്തുമ്പോൾ എല്ലാം തിരുത്തണ്ടേ? ഇനി ആകെ പറയാനുള്ളത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് വിളമ്പാനല്ല വന്നേക്കണത്. എനിക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. കാര്യം നാളെ ഞാനിതൊരു കേസായിട്ട് കൊണ്ടുപോവാണ്. അപ്പോഴത്തേക്ക് എൻ്റെക്ക് മതിയായിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊന്നുമില്ല ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ. അപ്പം നിങ്ങളെല്ലാവരും ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ള ഏത് സെർവറിൽ നിന്നാണെങ്കിലും ഒരു കുഴപ്പമില്ല. VIP അല്ലെങ്കിൽ
ഡൊണേഷന് വേണ്ടി ഫണ്ട് മുടക്കിയ എല്ലാവരും ഈ ഡ്രാഗൺ വാരിയർ എന്ന് പറഞ്ഞാൽ DC-ക്കകത്ത് കയറി അതിനകത്തൊരു ടിക്കറ്റ് വലിച്ച് അതിനകത്ത് ഇട്ടണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാര്യം എനിക്കതൊരു ഹെൽപ്പായിരിക്കും. ഈവൻ ഞാൻ ഒരു കമൻറ്റ് ബോക്സ് വരെ ഓഫാക്കി ഇട്ടേക്കണത് ഇനി ഇതിൻ്റെ പേരിലൊരു ഹെയ്റ്റോ അല്ലെങ്കിൽ അവിടെ കിടന്ന് അടി ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. അതിന് വേണ്ടിയാണ്. മര്യാദയ്ക്കെല്ലാം നിർത്തി പോകാനിരുന്ന എന്നെ ഒരുമാതിരി പ്രൊവോക്ക് ചെയ്തിട്ട് ഇതിന് വേണ്ടി എന്നാ നീ അങ്ങ് ചെയ്ത് കാണിക്കടാ ഉപയെന്നല്ലേ പറയുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ആയേക്കാം. ഈവൻ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പണ്ടത്തെ വീഡിയോ കണ്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഇവൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റൈല് വേറെയാണ് എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോഴത്തേക്ക് ഇത് എവിടോട്ട് പോകും, ഇത് എവിടെ പോയി എൻ്റെ ആവുന്നൊക്കെ അവർക്ക് നല്ല രീതിക്ക് അറിയാം. ആ ഒരു വിശ്വാസത്തിലായിരിക്കും അവർ നിൽക്കുന്നത്. അതുകൊണ്ട് അവർ ഒരിക്കലും എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ആക്കാൻ പറ്റത്തില്ല. സോ ഞാനിത് ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യാനായിട്ടാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. ഈ ഒരു ലീഗലി ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രൂഫും കാര്യങ്ങളും എനിക്കൊന്ന് ഇട്ട് തരുവാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. നാളെ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു വകയാവും. ബാക്കിയുള്ള എല്ലാവർക്കും അത് ലീഗലി മൂവ് ചെയ്ത് അവരെ ഒരു ഒതുക്കാനുള്ളൊരു സെറ്റപ്പിലോട്ട് ആക്കിയിട്ട് ഞാൻ തരാം. ഈ ഒരു സംഭവം എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.